പ്രൈസ് ദ ലോർഡ്. 1 ദിനവൃത്താന്തം 22 അധ്യായം 19 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാൻ ഹൃദയവും മനസ്സും ഒരുക്കുവിൻ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുവാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചനഭാഗം കേൾക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തില് 90 അധ്യായത്തില് 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങയുടെ ക്രോധത്തിന്റെ നിഴലിൽ കടന്നു പോകുന്നു. ഞങ്ങളുടെ വർഷങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ അവസാനിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80. എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ്. അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നുപോകും. അങ്ങയുടെ കോപത്തിന്റെ ഉഗ്രതയും ക്രോധത്തിന്റെ ഭീകരതയും ആരറിഞ്ഞിട്ടുണ്ട്? ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. പ്രൈസ് ദ ലോർഡ്. ഈ നവംബർ മാസം നമ്മളൊക്കെ മരിച്ചവരെ ഓർക്കുന്ന മാസമാണ്. പ്രത്യേകമായിട്ട് ഈ ഒരു കോവിഡ് കാലഘട്ടമായതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളമായിട്ട് മരണങ്ങളെക്കുറിച്ചും കേൾക്കുന്നൊരു സമയം കൂടിയാണ്. പലപ്പോഴും മരണത്തെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ, കൂടുതലായിട്ട് ഈ സമയങ്ങളിലൊക്കെ നമ്മൾ കേട്ടപ്പോൾ, നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള പലരുടെയും മരണങ്ങൾ നമ്മുടെ ഹൃദയത്തെ തൊട്ടപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്കൊക്കെ ഒരു നിരാശ ചില സമയത്തൊക്കെ കടന്നു വന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെയൊക്കെ പക്ഷെ ഒന്നോർക്കണം, നമ്മൾ മറ്റുള്ളവരുടെ അകാലത്തിലുള്ള മരണങ്ങൾ കേട്ടിട്ടും യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയോ? ഇത് നാളെ എനിക്കും സംഭവിക്കാം എന്ന തിരിച്ചറിവിന്റെ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? അതോ ഒരു തിരിച്ചറിവുകൾക്കും മാറ്റാൻ പറ്റാത്ത വിധത്തില് ലോകത്തിന്റെ ആസക്തികളിൽ ഞാൻ മുങ്ങി ജീവിക്കുകയാണോ ചെയ്യുന്നത്? മരണത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് മാത്രം നമുക്ക് അതിനെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം ലഭിക്കില്ല. ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമേ നമുക്കതിന് പറ്റുള്ളൂ. ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ച് മരണം ഒരു അനിവാര്യതയാണ്. അതൊരു കിരീടധാരണം തന്നെയാണെന്ന് പറയാം. എന്താന്ന് വെച്ചാൽ, വിജയിച്ച് തിരിച്ചെത്തുന്ന ഒരു രാജകുമാരന് സ്വന്തം നാട് നൽകുന്ന ഒരു കിരീടധാരണം. അതുകൊണ്ടാണ് ഇനി നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നതെന്ന് മരണത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. നമുക്കറിയാം, നന്നായി ജീവിക്കുന്നവര് നന്നായി മരിക്കും. ഇതൊരു പൊതു നിയമമാണ്. കാരണം മരണം അത് ജീവിതത്തിന്റെ അവസാനം മാത്രമായതിനാൽ നന്നായി ജീവിക്കുന്നവരെ നല്ല മരണം പ്രാപിക്കും. അതിനൊരു സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം: നേരായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവര് തീർച്ചയായിട്ടും തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. മറിച്ച് തെറ്റായ വഴിയിലൂടെ നടക്കുന്നവര് തങ്ങളുടെ യാത്ര ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയില്ല. അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ചിലപ്പോ, നല്ല കള്ളൻ എങ്ങനെയാ നല്ല മരണം മരിച്ചുവെന്ന്. നല്ല കള്ളനെ കുറിച്ച് നോക്കിയാൽ ജീവിതത്തിന്റെ ഏറെ ദിവസങ്ങളും അയാൾ പാപത്തിൽ ചെലവഴിച്ചുവെന്ന് വിചാരിച്ചാൽ പോലും അയാൾ താൻ ചെയ്ത പാപത്തെക്കുറിച്ച് മനസ്സിലാക്കി. കുരിശിൽ കിടന്ന നല്ല കള്ളൻ എന്താ ചെയ്തത്? 1, അയാൾ കർത്താവിനെ അവിടുത്തെ ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്ന് മറച്ചു പിടിച്ചു. 2, ദൈവദൂഷണം പറയുന്ന തന്റെ കൂട്ടുകാരനെ ശാസിക്കുകയും തിരുത്തുകയും അവനെ മാനസാന്തരപ്പെടുത്താൻ പരിശ്രമിക്കുകയും ചെയ്തു. ലൂക്കായുടെ സുവിശേഷം 23 അധ്യായം 40-41 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അപരൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിനുശേഷം ക്രിസ്തുവിനെ നോക്കി നിലവിളിച്ച് അവൻ പറയുന്നുണ്ട്, ലൂക്ക 23:42 വാക്യത്തില്: യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ നോക്കാം, ബൈബിളില് ജീവിതത്തെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രതീകം യാത്രയുടേതാണ്. രക്ഷാചരിത്രത്തിലെ ആരംഭമായിരുന്നു ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് നടത്തിയ യാത്ര. പക്ഷെ അവർ യഥാർത്ഥ കാനാൻ ദേശത്ത് എത്തിയിരുന്നില്ല. അല്ലെങ്കിൽ കാനാൻ ദേശത്ത് എത്തിയിട്ടും അവർ ആ തേനും പാലും ഒഴുകുന്ന ദേശം അവിടെ കണ്ടില്ല. എന്ന് വെച്ചാല് പറുദീസായിൽ എത്തുന്നത് വരെ ഒരു യാത്രയും അവസാനിക്കുന്നില്ല എന്നതാണ് സത്യം. ഈശോയും ശിഷ്യന്മാരും കൂടി നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സുവിശേഷത്തിലൊക്കെ. പക്ഷെ ഒടുവില് ആ നടത്തത്തിൽ ആ ശിഷ്യന്മാരെ ഇടറുന്നുണ്ട്. അത് മരണത്തിന്റെ മുമ്പിലായിരുന്നു. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് മരണത്തിലേക്ക് നടക്കുന്ന ഒരു ക്രിസ്തുവിനെയും മരണത്തിൽ നിന്ന് ഓടി അകലുന്ന ശിഷ്യരെയുമാണ്. മരിച്ചു ഉയർത്തെഴുന്നേറ്റ ഈശോ 2 പ്രാവശ്യം ശിഷ്യന്മാരെ സന്ദർശിച്ചു. 3-ാമത്തെ പ്രാവശ്യം അവരെ സന്ദർശിച്ചത് കടൽ കരയിൽ വെച്ചിട്ടായിരുന്നു.
ആ കടൽക്കരിയിൽ അവർക്ക് വേണ്ടി ഗുരു മത്സ്യങ്ങൾ ചുട്ടു. എന്നിട്ട് ആ മത്സ്യങ്ങൾ രുചിക്കാനായിട്ട് അവർക്ക് കൊടുത്തു. എന്നിട്ട് അവർക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു: മരിക്കാതെ രുചിക്കപ്പെടാനാവില്ല എന്ന്. പ്രൈസ് ദ ലോർഡ്. ലൂക്കായുടെ സുവിശേഷത്തിലെ 16 അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളില് യേശുവിന്റെ ഉപമകളിൽ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ള ഒരു ഉപമയാണിത്. അവിടെ ധനവാന്റെ ലാസറിന്റെ ഉപമയില് ധനവാന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ദരിദ്രനായ ലാസറിന്റെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം മരിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ പേര് നാമകരണ നടപടികളുടെ ഭാഗമായിട്ട് സഭ വെളിപ്പെടുത്താറുണ്ടല്ലോ. ആ ഉപമ നമുക്കൊന്ന് നോക്കാം. ധനവാൻ ചുവന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിച്ചിരുന്നു. ധനവാന്റെ ഏറ്റവും വലിയ പാപമായിട്ട് പറയുന്നത് അവന്റെ ധൂർത്തായിരുന്നു. എന്നാൽ ലാസറാകട്ടെ ശരീരമാകെ വ്രണം ബാധിച്ച ആ ഒരു അവസ്ഥയിലായിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന റൊട്ടി കഷ്ണങ്ങൾ എന്ന് വെച്ചാൽ അന്ന് കാലത്ത് അവര് ഇന്നത്തെ പോലെ പേപ്പറും ടിഷ്യൂ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എണ്ണമയമുള്ള കൈ തുടയ്ക്കാനായിട്ട് റൊട്ടിയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അത് കാത്തായിരുന്നു ലാസറും കുറെ നായ്ക്കളും അവിടെ കഴിഞ്ഞിരുന്നത്. ഒരിക്കലും ലാസറിനെ കുറിച്ച് ധനവാൻ ചിന്തിച്ചിട്ടില്ല. നമുക്കറിയാം, ധനവാനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ഒരുപോലെ അനുഭവിക്കേണ്ടതാണ് മരണം. അങ്ങനെ രണ്ടുപേരും മരണത്തിലൂടെ കടന്നുപോയി. ധനവാൻ മരിച്ച ശേഷം സംസ്കരിക്കപ്പെട്ടു എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ലൂക്ക 16:22 ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. ഇവിടെ അടക്കപ്പെട്ടു എന്ന് പ്രത്യേകമായിട്ട് പറയാണ്. കാരണം അദ്ദേഹത്തിന്റെ സമ്പത്തിനും പദവിക്കും ചേർന്ന മഹത്തായ ഒരു മൃതസംസ്കാരമായിരിക്കണം അത്. എന്നാൽ ലാസറിന് ഒരു മൃതസംസ്കാരം ലഭിച്ചതായിട്ടൊന്നും സുവിശേഷകം പറയുന്നില്ല. പാലസ്തീനായിലെ കുഷ്ഠരോഗികളും യാചകരും ഒക്കെ സാധാരണഗതിയിൽ മരിച്ചാല് അവരുടെ മൃതശരീരം നഗരത്തിലെ മാലിന്യങ്ങളുടെ കുഴിയിലേക്ക് എറിഞ്ഞു കളയുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ ലാസറിന് മൃതസംസ്കാരം ലഭിക്കാനുള്ള സാധ്യതയൊന്നും ഇല്ല. അതുകൊണ്ടായിരിക്കാം സുവിശേഷകൻ അതിനെക്കുറിച്ചൊന്നും പറയാഞ്ഞത്. ധനവാൻ എത്തപ്പെട്ടത് നരകത്തിലേക്കാ. അവിടെ അവനൊരു ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. അവൻ കാണുന്ന ഏക കാഴ്ച തനിക്ക് നഷ്ടമായ സ്വർഗത്തിലെ കാഴ്ചയാണ്. രണ്ടാമതായിട്ട് നമ്മളൊന്ന് കണ്ടേ, സ്വർഗവും നരകവും തമ്മിലുള്ള അന്തരം അത് വളരെ വലുതാണെന്ന്. സ്വർഗത്തിലുള്ളവർക്ക് നരകത്തിലോ അല്ലെങ്കിൽ നരകത്തിലുള്ളവർക്കോ സ്വർഗത്തിലോ എത്താൻ സാധിക്കാത്തൊരു അവസ്ഥ. ചില വിഭാഗങ്ങളൊക്കെ നമുക്കറിയാം, എംപറർ ടെസ്റ്റ് അങ്ങനെയുള്ള ചില വിഭാഗങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യം ഇതാണ്. അവർ പറയുന്ന നരകത്തിൽ ചെന്ന് നരകവാസികളോട് വചനം പ്രസംഗിച്ച് അവരെ സ്നാനപ്പെടുത്തി സ്വർഗത്തിൽ എത്തിക്കാൻ സാധിക്കുമെന്ന്. പക്ഷെ മരണശേഷം മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാൻ സാധിക്കുകയില്ല എന്ന് ഈ വചനഭാഗത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളവുമായിട്ട് പോലും ലാസറിന് നരകത്തിലേക്ക് പോകാൻ പറ്റാത്തൊരു കാരണം ഇതായിട്ടാ പറയണത്. ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ ആ ഭാഗത്ത് ലൂക്ക 14:22 വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നേ: ആ ദരിദ്രൻ മരിച്ചു, ദൈവദൂതന്മാർ അവനെ അബ്രഹാത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അപ്പൊ സ്വർഗത്തിലേക്ക് ദൈവദൂതന്മാർ ലാസറിനെ എന്ന് വെച്ചാൽ ദൈവദൂതന്മാർ അവരെ അബ്രഹാത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു എന്ന് പറയുന്നു. അപ്പൊ ദൈവദൂതന്മാരാണ് ലാസറിനെ സംവഹിച്ചുകൊണ്ട് മുകളിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത്. കാരണം എന്നാൽ ധനവാനാകട്ടെ സ്വയം നരകത്തിലേക്ക് എത്തുകയായിരുന്നു. എന്ന് വെച്ചാൽ സ്വർഗത്തിലേക്ക് പോകാൻ ദൈവത്തിന്റെ കൃപ ആവശ്യമുണ്ട്. ദൈവദൂതന്മാരുടെ സാന്നിധ്യത്തിന്റെ അർത്ഥം അതാണ്. എന്നാൽ ഒരാൾക്ക് നരകത്തിൽ എത്താനായിട്ട് അതിന് ഒരു സഹായവും ആവശ്യമില്ല. സ്വന്തം പ്രവൃത്തികളുടെ ഫലമായിട്ട് അവനെത്താം. അത് ആ ഒരു വ്യക്തിയുടെ തീരുമാനത്തെയും പ്രവർത്തനത്തെയും മാത്രം ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അല്ലാതെ ദൈവം ഒരാളെ മരണത്തിന് വിധിച്ചത് കൊണ്ടല്ല. മറിച്ച് നമ്മളൊരാൾ നരകം തെരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് അവിടെ എത്തുന്നത്. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു കെട്ടിടത്തിന്റെ മുകളിൽ എത്താനായിട്ട് ഒരാൾക്ക് ലിഫ്റ്റോ അല്ലെങ്കിൽ ഒരു കോണിപ്പടിയുടെ ആവശ്യമുണ്ട്. എന്നാൽ ഒരു 10 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വരാൻ അതിന് സ്വന്തം തീരുമാനം മാത്രം മതി. കാരണം ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒന്ന് എടുത്തു ചാടിയാൽ താഴെ എത്തും. ഇതുപോലെ തന്നെയാണ് സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള പ്രവേശനം. ധനവാനും ലാസറും കഥയിലൂടെ ഈശോ ആവശ്യപ്പെടുന്നത് മരണവും വിധിയും യാഥാർത്ഥ്യമായതിനാൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ മാനസാന്തരപ്പെടാനാണ്. ധനവാൻ തന്റെ സുഖലോലുപതയും തന്റെ സമ്പത്തിനുള്ള അത്യാഗ്രഹവും ഒക്കെ വെടിഞ്ഞ് ലാസറുമായിട്ട് വിരുന്നമേശ പങ്കിടുന്ന അനുഭവമാണ് യേശുവിന്റെ സ്വർഗരാജ്യ അനുഭവം. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 24:42 വാക്യത്തിൽ പറയുന്നുണ്ട്: നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. എപ്പോൾ യജമാനൻ വരുമെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് ഒരുങ്ങിയിരിക്കണം. ഇവിടെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, കാലമല്ല കടന്നു പോകുന്നത്, ഞാനാണെന്ന. എന്ന് വെച്ചാൽ നദിയല്ല, മറിച്ച് വെള്ളമാണ് ഒഴുകുന്നത്.
വിശുദ്ധ അൽഫോൺസ് ലിഗാരി സമയത്തെക്കുറിച്ച് പറയുന്നത് അത് നിന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനാണെന്നാണ്. സമയത്തിന് വലിയ വിലയുണ്ട്. ഇപ്പോൾ മരിച്ചാല് നമ്മൾ സ്വർഗത്തിൽ പോകുന്നത് പോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം. അതിനെന്താ വേണ്ട? അതിന് ഞാൻ എന്നെ സ്നേഹിക്കണം. എന്താ ഈ എന്നെ സ്നേഹിക്കാന്ന് വെച്ചാൽ എന്റെ ജഡത്തെ സ്നേഹിക്കുക എന്നുള്ളതാണോ? അല്ല, മറിച്ച് എന്റെ ശരീരത്തെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ തക്ക രീതിയിൽ ഞാൻ വിശുദ്ധിയിൽ സൂക്ഷിക്കണ്ടോ എന്നതാണ് എന്നെ സ്നേഹിക്കല്. ബോഷനായ ധനികന്റെ ഉപമയില് ബോഷൻ പറയുന്നുണ്ട്, അവന്റെ അറപ്പുരകൾ നിറച്ചതിന് ശേഷം തന്റെ ആത്മാവിനോട് തന്നെ പറയാണ്, സന്തോഷിക്കുക, തിന്നുകുടിച്ച് ആഹ്ലാദിക്കുക എന്ന്. അന്ന് രാത്രി കർത്താവ് അവനോട് ചോദിക്കുന്നുണ്ട്, ബോഷ, ഇന്ന് നിന്റെ ആത്മാവിനെ തിരികെ എടുത്താൽ നീ എന്ത് ചെയ്യുമെന്ന്. നമ്മളൊന്ന് ഓർക്കണം, നമ്മളൊക്കെ വെറും ഈ ശരീരത്തിന്റെ കാര്യസ്ഥന്മാരാ. യേശു ജെറുസലേം ദേവാലയം ശുദ്ധി ചെയ്തപ്പോ പറഞ്ഞത് ഇതായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 2:17 അവിടുത്തെ ആലയത്തെ കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. അവിടെ എന്താ പറയാ, നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ കുറിച്ച് നമുക്കൊരു തീക്ഷ്ണത വേണം. ദൈവത്തിന്റെ ആലയത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് നാം ശ്രമിക്കണം. അതിനെ അശുദ്ധമാക്കുമ്പോൾ നാം കാര്യസ്ഥന്മാരാണെന്ന് മറന്നിട്ട് അതിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന്റെ മേല് നമുക്ക് ഒരു ഉടമസ്ഥാവകാശവും ഇല്ല. 1 കൊരിന്തോസ് 6:19 പറയുന്നുണ്ട്, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. ചില വിശുദ്ധരുടെയൊക്കെ നാവുകളും ശരീരങ്ങളൊക്കെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അഴുകാതിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ കേട്ടിട്ടില്ലേ? കാരണം ശരീരത്തോടും അതിന്റെ ആസക്തികളോടും അവർ കൈകൊണ്ട നിലപാടുകളാണ് ഇത്തരം ഒരു സാഹചര്യം ഒരുക്കിയത്. എന്ന് വെച്ചാൽ സ്വന്തം ശരീരത്തോട് അവര് സ്വീകരിച്ച സമീപനങ്ങൾക്ക് ദൈവം കൊടുത്ത ഒരു ആദരവായിരുന്നു അത്. പ്രൈസ് ദി ലോർഡ്. എല്ലാ അമ്മമാരുടെ ആഗ്രഹം മക്കളെ കണ്ടുകൊണ്ട് മരിക്കുക എന്നുള്ളതാ. പക്ഷെ മക്ബായരുടെ 2-ാം പുസ്തകത്തിലെ 7-ാം അധ്യായത്തിൽ 42 വാക്യങ്ങളിൽ അവിടെ അമ്മയും അവരുടെ 7 മക്കളെയും കുറിച്ചാണ് പറയണത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, അമ്മമാരാണ് മക്കളുടെ ജീവിതത്തിലെ വഴികാട്ടികൾ. അമ്മ മക്കളെ എന്ത് പഠിപ്പിക്കുന്നു അതനുസരിച്ച് അവർ ജീവിക്കുന്നതെന്ന്. പിതാക്കന്മാരുടെ നിയമങ്ങൾ ലംഘിക്കുന്നതിനേക്കാൾ മരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് ഈ അമ്മയുടെ 7 മക്കളിലെ മൂത്ത മകൻ പറയുമ്പോൾ ആ അമ്മ മക്കളിൽ കൊടുത്ത വിശ്വാസം നമുക്ക് അവിടെ കാണാൻ പറ്റും. ശരിക്കും ഇവിടെ ആ മക്കൾക്കും അമ്മയ്ക്കും ജീവൻ നഷ്ടമാകുന്നത് പന്നിമാംസം കഴിക്കാത്തതിന്റെ പേരിലല്ല, മറിച്ച് അതൊരു അടയാളം മാത്രമാണ്. വിശ്വസ്തത ആരോടാണ് പുലർത്തേണ്ടത് എന്ന് തെളിയിക്കപ്പെടാനുള്ള ഒരു പരീക്ഷണം മാത്രം. ഒരു ദിവസം തന്നെയാ തന്റെ 7 പുത്രന്മാര് മരിക്കുന്നത് ആ അമ്മ കണ്ടു. പക്ഷെ പ്രത്യാശ നിമിത്തം അവൾ അതെല്ലാം സഹിച്ചു എന്നാ ബൈബിള് പറയണത്. 7 പുത്രന്മാരുടെ കൂടെ ഒടുവിൽ ആ അമ്മയെ മരിക്കുന്നുണ്ട്. ഇന്ന് നമുക്കറിയാം, വിശ്വാസത്തിന് വേണ്ടിയിട്ട് എത്രയോ വ്യക്തികളാ ഓരോ ദിവസവും രക്തസാക്ഷിത്വം മൂലം മരിക്കുന്നത്. പ്രത്യേകമായിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളെ കുറിച്ചൊക്കെ നമ്മളിപ്പോ കേൾക്കുന്നുണ്ട്. ഈ അമ്മയുടെയും ഈ 7 മക്കളുടെയും തുടർച്ചയായ മരണങ്ങളാണ് അവയോരോന്നും. ഇന്ന് നമ്മളൊക്കെ സുരക്ഷിതമായിട്ടുള്ള ഈ സ്ഥലത്ത് തീർത്തും സുരക്ഷിതമായിട്ട് കഴിയുമ്പോൾ എന്റെ വിശ്വാസം നിലനിർത്താൻ വേണ്ടി മരിക്കാനൊരു സാധ്യത നാളെ ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും എന്റെ പ്രതികരണമെന്ന് ഈ ദിവസങ്ങളിലൊക്കെ നമുക്കൊന്ന് പ്രത്യേകമായിട്ട് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ ആദത്തിനോട് ഹവായുടെ ദൈവം പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ, എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമേ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. നമുക്കറിയാം, അവര് ആ പഴം ഭക്ഷിച്ചു, പക്ഷെ അവര് മരിച്ചില്ല. അപ്പൊ പിശാച് പറഞ്ഞതാണ് ഇവിടെ ശരിയായത്. പക്ഷെ ഇവിടെ ദൈവം അർത്ഥമാക്കിയത് എന്തായിരുന്നു? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു മരണം സംഭവിക്കുമെന്ന്. അതെന്ന് വെച്ചാൽ ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എല്ലാവർക്കും മരണം സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 40-41 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും ആത്മാവിടെ സന്നദ്ധമാണ്. കാരണം യേശുവിന്റെ കൂടെ സഹിക്കാൻ, മരിക്കാൻ അവരുടെ ആത്മാവ് തയ്യാറാണ്. പത്രോസ് ഈശോയോട് പറയുന്നുണ്ട്, നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാൽ പോലും നിന്നെ ഞാൻ തള്ളിക്കളയുകയില്ല എന്ന്. യാക്കോബിനോടും യോഹന്നാനോടും ഈശോ ചോദിച്ചിരുന്നു, ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ എന്ന്.
അപ്പോൾ അവര് അതിന് തയ്യാറായിരുന്നു. നമ്മുടെയും ശരീരം ബലഹീനമാണ്. അപ്പൊ ബലഹീനമായിട്ടുള്ള നമ്മുടെ ശരീരത്തെ ശക്തിയുള്ള ശരീരമായി മാറ്റേണ്ടത് പ്രാർത്ഥനയിലൂടെയാണ്. നാളെ പത്രോസ് വത്തിക്കാനിലെ കുന്നിൽ തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെടാൻ റെഡിയായി നിൽക്കുമ്പോൾ ആത്മാവിന്റെ ഒപ്പം ശരീരവും സന്നദ്ധമായെന്ന് നമുക്ക് കാണാൻ പറ്റും. യാക്കോബ് ആദ്യത്തെ രക്തസാക്ഷിയായപ്പോഴും അവന്റെ ശരീരം ബലമുള്ളതായിട്ട് മാറി. യോഹന്നാന് നാട് കടത്തപ്പെട്ടപ്പോൾ ശരീരം പ്രാർത്ഥനയിലൂടെ സന്നദ്ധമായി. നമ്മളും ഓർക്കണം, എന്റെ ശരീരം എത്രത്തോളം എന്റെ ദൈവത്തിന് വേണ്ടിയിട്ട് സഹിക്കാനായിട്ട് എത്രത്തോളം സന്നദ്ധമാണെന്നുള്ളത്. പ്രൈസ് ദ ലോർഡ്. വിശുദ്ധ ലോറൻസ് കുപ്പോളി തന്റെ മരണത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: നമ്മുടെ മരണത്തിന്റെ മണിക്കൂർ നേരത്തെ കണ്ടുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങേണ്ടത് ആവശ്യമാണെന്ന്. ആ അവസരത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനെയും മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്യുന്ന പക്ഷം ആ മണിക്കൂർ അവിചാരിതമായി നിങ്ങളെ പിടികൂടുകയില്ല. RM ലാല അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന് ലിംഫോമ ക്യാൻസർ വന്നു. ഏതൊരാളെയും പോലെ തന്റെ രോഗത്തെ ആദ്യം അംഗീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ദിവസങ്ങൾക്ക് ശേഷമാണ് ആ സത്യം അദ്ദേഹം ഉൾക്കൊണ്ടത്. ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിത